നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടുത്ത വിരോധിയായിരുന്ന ഉമർ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനായി പുറപ്പെട്ടതായിരുന്നു. വഴിമധ്യേ തന്റെ സഹോദരിയായ ഫാത്തിമയും ഭർത്താവും ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വിവരം അറിഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ നേരെ തിരികെയും അവർ അവരുടെ വീട്ടിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അതു കണ്ട് ദേശത്തോടെ വന്ന ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയെയും ഭർത്താവിനെയും മർദ്ദിച്ചു. അവർ അതെല്ലാം സഹിച്ച് ഷഹാദത്ത് ചെല്ലുക മാത്രമായിരുന്നു ചെയ്തത്. ഈ രംഗം കണ്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സലിഞ്ഞു. അവരെത്രയും സ്വാധീനിച്ച ആ ഗ്രന്ഥം കാണാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആഗ്രഹമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ആ ഗ്രന്ഥം ആവശ്യപ്പെടുകയും അത് ശുദ്ധിയില്ലാതെ തരാൻ പറ്റില്ലെന്ന് സഹോദരി പറയുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു ശുദ്ധി വരുത്തി വരികയും സഹോദരി ആ ഗ്രന്ഥം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുകയും അതിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു മാനസാന്തരം ഉണ്ടാവുകയും ചെയ്തു. സൊഫാ കുന്നിന്റെ താഴ്വയിൽ ദാറുൽ അർഖമിലായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ ചെന്ന് കാണുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇത് നുബുവത്തിന്റെ 6ാം വർഷത്തിലായിരുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം